തള്ളി പറയുന്നത് ഞാൻ പറയുന്നില്ല. എനിക്ക് ഭയമില്ല അതിന്. ഇനി മുന്നോട്ട് ഇനി എന്തൊക്കെ വന്നാലും എനിക്ക് ഭയമില്ല. എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നോ അതെല്ലാം ഇദ്ദേഹത്തെ അറിയിച്ചു, ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ അറിയിച്ചു, മകനെ അറിയിച്ചിട്ടാണ് ഞാൻ ഇദ്ദേഹമായിട്ടൊരു എന്താ പറയുക ബന്ധത്തിലെത്തുന്നത്. ഇനി എൻ്റെ ലൈഫ് ഇനി ചകഞ്ഞ് ഇനി ഇവന്മാർ കൊണ്ടുവന്നാലും സുധിച്ചേൻ്റെ ലൈഫ് ചകഞ്ഞ് കൊണ്ടുവന്നാലും രേണു സുധി തളരത്തില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ തന്നെ നിൽക്കും. കണ്ട് എനിക്ക് വട്ടാന്ന്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തിട്ടുള്ള ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം 95% സ്ത്രീകൾക്ക് ഉറക്കക്കുറവും സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും. അതിന് ഞാൻ ഹോമിയോ ഗുളിക കഴിച്ചെന്നുള്ള സത്യമാണ്. സൂചന പറഞ്ഞ സത്യമാണ്. ഹോമിയോ ഗുളിക കഴിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ദയാച്ചു എന്ന് പറയുന്ന ഇവര് നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ എൻ്റെ മുന്നിൽ, അവര് പരിശോധിക്കട്ടെ, സൈക്കാട്രിസ്റ്റ് ഡോക്ടേഴ്സിന് പരിശോധിക്കട്ടെ, എനിക്ക് വട്ടുണ്ടോന്ന് അവര് സ്ഥിരീകരിക്കട്ടെ. എന്നിട്ടും പുള്ളിക്കാരൻ പോയി എന്ന് പറഞ്ഞപ്പോ ആ സങ്കടം കണ്ട് നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ഒരു വീട് വെച്ചു കൊടുത്തു. ഫുള്ള് ചെലവ് നോക്കാൻ നാട്ടുകാരല്ലല്ലോ ഉണ്ടാക്കിയത്. കൊച്ചുങ്ങളെ സുധിച്ചേട്ടനല്ലേ ഉണ്ടാക്കിയത്. അത് പോയി കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം. അവനവന്റെ മക്കളെ നോക്കാൻ അവനവനെ ഉണ്ടാവുകയുള്ളൂ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു സുധി തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. രേണു സുധി ഓൾറെഡി, അതായത് കൊല്ലം സുധി വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ പാസ്റ്റർ ബിനു എന്ന് പറയുന്ന ഒരാളുമായി വിവാഹം കഴിച്ചിരുന്നു എന്ന് ഒരു കൂട്ടം ആളുകൾ പറയുന്നു. അത് പാസ്റ്റർ ബിനു അല്ല, വെൽഡർ ബിനു ആണെന്നും ഒരു വിഭാഗം ആളുകൾ പറയുന്നു. പക്ഷെ രേണു സുധി പറയുന്നത് എന്താണ്? എന്നെ സുധിച്ചേട്ടനല്ലാതെ വേറെ ആരും വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ്. അപ്പം രേണു പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. അതായത് രേണുവിനോട് ചോദിക്കുന്നുണ്ട്, കൊല്ലം സുധിക്ക് മുന്നേ ആയിട്ട് ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പൊ അതിന് രേണു കൊടുക്കുന്ന മറുപടി എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ചോദിക്കുന്നത്, അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് നിലവിൽ അത്തരത്തിലൊരു ആരോപണം ഇങ്ങനെ എന്താ പറയാ മുകളിൽ ഇങ്ങനെ ഒരു തുറച്ചു നോക്കുന്ന പോലെ നിൽക്കുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുത്ത് അതിന് എന്താ, കാരണം എന്തിനും കൃത്യമായ മറുപടി തരുന്ന ആളാണ് രേണു സുധി എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. കാരണം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ഞാൻ താങ്കളുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കൃത്യമായിട്ട് താങ്കൾക്ക് മറുപടി ഒരു അവസരമാണ്. ഇനി അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. കാരണം ഈ അടുത്ത് ഞാനൊരു ഇന്റർവ്യൂ കണ്ടു. താങ്കൾ എന്താ പറയാ മാരേജിന്റെ സർട്ടിഫിക്കറ്റ് വരെ എടുത്ത് കാണിച്ചുകൊണ്ട് താങ്കളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വരെ കാണിച്ചുകൊണ്ട് താങ്കൾ കൃത്യമായിട്ട് പ്രതികരിച്ച ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞും ഒരു ഉത്തരം പറയാതെ കൃത്യമായിട്ട് ഉത്തരം പറയാം. അങ്ങനെ ആരെയും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള സുധിച്ചേട്ടനെ വിവാഹം കഴിച്ചിട്ടില്ല. എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. പാസ്റ്റർ എന്നാണ് ഞാൻ കേട്ടത്. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിരുന്നോ? എനിക്കറിയില്ല, അങ്ങനെ സംഭവം എനിക്കറിയില്ല. ഇല്ല, ഉറപ്പിച്ചു പറയാനില്ല. ഞാൻ അങ്ങനെ സംഭവം എനിക്കറിയില്ല. പാസ്റ്റർ അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നോ? വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിവിംഗ് ടുഗദർ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ച സുധിച്ചേട്ടൻ മാത്രമാണ്. അത് ഓക്കെ, അത് ഒറ്റ കൺക്ലൂഷൻ, അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. അല്ല, തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോഴാണ് ഇതിലൊരു സംശയം ജനിക്കുന്നത്. കാരണം അത് ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല. ആ ചോദ്യത്തിൽ ഒന്ന് കുഴങ്ങി പോയ പോലെ തോന്നുന്നു. ഇത്ര നേരം നല്ല ഓണായിട്ട് ഇരുന്നിട്ട് ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇല്ലില്ല, അതല്ല, അത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിപ്പം നമുക്കത് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല. നടത്താൻ പറ്റാത്ത ചോദ്യമാണ്. നമുക്ക് വ്യക്തമായിട്ട് പറയാം, ഞാൻ പിന്നീട് അത് ക്ലാരിഫിക്കേഷൻ വരും. അതായത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എന്നെ ആരും താലി കെട്ടില്ല സുധിച്ചേട്ടൻ അല്ലാണ്ട് ആരും ലിവിംഗ് ടുഗദറും ഇല്ലായിരുന്നു. പക്ഷെ അതിന്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കേട്ടല്ലോ നിങ്ങൾ രേണുവിന്റെ മറുപടി കേട്ടല്ലോ. കിടന്നങ്ങ് ഉരുളുവാന്ന് പറയല്ലേ. നമ്മൾ എന്താ, ഒരു കള്ളം പറയ്ക്കാം, മറ്റൊരു കള്ളം പറയും, മറ്റൊരു കള്ളം പറയ്ക്കാം, അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രേണു സമ്മതിക്കുന്നതേ ഇല്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന്. പക്ഷേ രേണു മറ്റൊരു ഇന്റർവ്യൂവിൽ, അതായത് അതിന് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഈ കാര്യം തിരക്കിയപ്പോൾ രേണു പറഞ്ഞത് എന്താ, എന്നെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ സുധിച്ചേട്ടനറിയാം, എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കിച്ചുവിനറിയാം, പറയേണ്ടവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം റീസെൻ്റ് ആയിട്ട് വന്നൊരു ഇന്റർവ്യൂവിലും രേണു ഇതേ അഭിപ്രായം തന്നെ പറയുന്നുണ്ട്. നമുക്ക് രേണുവിൻ്റെ ആ ഒരു ഇന്റർവ്യൂവിലെ കുറച്ച് ഭാഗം കൂടെ കണ്ടിട്ട് വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. തള്ളി പറയുന്നത് ഞാൻ പറയുന്നില്ല. എനിക്ക് ഭയമില്ല അതിന്. ഇനി മുന്നോട്ട് ഇനി എന്തൊക്കെ വന്നാലും എനിക്ക് ഭയമില്ല. എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നോ അതെല്ലാം ഇദ്ദേഹത്തെ അറിയിച്ചു, ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ അറിയിച്ചു, മകനെ അറിയിച്ചിട്ടാണ് ഞാൻ ഇദ്ദേഹമായിട്ടൊരു എന്താ പറയുക ബന്ധത്തിലെത്തുന്നത്. ഇനി എൻ്റെ ലൈഫ് ഇനി ചകഞ്ഞ് ഇനി ഇവന്മാർ കൊണ്ടുവന്നാലും സുധിച്ചേൻ്റെ ലൈഫ് ചകഞ്ഞ് കൊണ്ടുവന്നാലും രേണു സുധി തളരത്തില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ തന്നെ നിൽക്കും. ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ആർക്കും എന്നെ തളർത്താനും പറ്റും. അതെ, ഈ പാസ്റ്റ് പറയുന്ന കൂട്ടത്തിൽ ഞാലിയാങ്കുഴിയിലുള്ള ബിനു കഴിഞ്ഞ കാര്യം ഞാൻ പേരൊന്നും പറയുന്നില്ല. ഈ പാസ്റ്റർ എനിക്കറിയത്തില്ല, പാസ്റ്ററിനെ എല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ ഇല്ല, എല്ലാം ഒരു ലൈഫിലുണ്ട്. നമ്മളത് എന്താ പറയുക, അത് ഒരിക്കലും ഓർക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്. ഞാനൊന്നും അങ്ങനെ ഓർക്കാറൊന്നുമില്ല. എന്തുവാകട്ടെ, അങ്ങനെ ഒരു ലൈഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും എന്നെ അറിയിക്കുന്നവരെ അറിയിച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് എന്തിനാണ് ഇതും പഴയ പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇപ്പോൾ എന്താണോ അത് നമ്മൾ ചെയ്താൽ മതി, മറ്റുള്ളവർക്ക് മുന്നിൽ പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത വാക്കാണ് ഞാനത് പ്രാവർത്തികമാക്കുന്നത്. പിന്നെ ഇത്രയും നാൾ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഈ ഇടയിൽ തൊട്ട് ഈ ഇത് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു മൈസ്ട്രീമിന് ഞാൻ ക്ലാരിഫിക്കേഷൻ കൊടുത്തായിരുന്നു. അത് കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. പറയേണ്ടവരോട് പറഞ്ഞിട്ട് തന്നെയാണ്. അതും ഇങ്ങനെ ഒരാളല്ലല്ലോ രംഗത്ത് വരുന്നത്. ബിനു ആളല്ലല്ലോ രംഗത്ത് വരുന്നത്. ഈ പറയുന്ന ഈ വ്യക്തി ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നു, കമന്റ്സിലൂടെയാണ് വരുന്നത്. അതാണ്
കുശുമ്പെന്ന് പറഞ്ഞ കുശുമ്പിനും അസൂയയ്ക്ക് മരുന്നില്ലെന്ന് പറഞ്ഞത് ഭയങ്കര സത്യം തന്നെ. എടേ നിങ്ങൾ കുശുമ്പൊന്നും പിടിക്കണ്ട, ഞാൻ സാധാരണക്കാരി തന്നെ, ഞാൻ എങ്ങും പോയിട്ടില്ല, ഞാൻ ഇങ്ങനെ കേട്ടല്ലോ. ഇതാണ് രേണുവിൻ്റെ അവസ്ഥ. രേണു കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ കല്യാണം കഴിച്ചില്ല, കഴിച്ചില്ലേ എന്ന് ചോദിച്ചാൽ കഴിച്ചു. അതായത് എന്നെ താലി കെട്ടിയത് സുധിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ, താലി കെട്ടിയാലല്ലേ അത് കല്യാണമാവുള്ളൂ. അതാണ് ഇപ്പോഴത്തെ രേണുവിൻ്റെ അഭിപ്രായം. രേണു വിശ്വസിച്ചിരിക്കുന്ന അങ്ങനെയാണ്, താലി കെട്ടിയാലാണ് കല്യാണം, അപ്പോൾ എന്നെ കല്യാണം കഴിച്ച സുധിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങളൊന്നും പറയാനും നിൽക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതാണ് രേണുവിൻ്റെ ഒരു നിലപാട്. ഓക്കെ. ഇപ്പം ദയാച്ചു അറിയാലോ നിങ്ങൾക്ക്, ദയാച്ചു ആരാണെന്നുള്ള കാര്യം. ബിഗ് ബോസ് താരമായിരുന്നു. കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞതിന് മുന്നത്തെ സീസണിലാണെന്ന് ദയാച്ചു ഉണ്ടായിരുന്നു. അപ്പോൾ ദയാച്ചു നിരന്തരം രേണു സുധിയെക്കുറിച്ചുള്ള വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദയാച്ചുവിനെതിരായിട്ട് രേണു സുധി രംഗത്ത് വന്ന് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റിയാക്ഷൻ പോലെ, അതായത് ദയാച്ചു പറഞ്ഞിരിക്കുന്നതിന് എതിരായിട്ട് രേണു സുധി വന്ന് പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളോട് കണ്ടിട്ട് എന്ന് പറഞ്ഞ സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ്. നിങ്ങൾക്ക് നാണമില്ല എന്നെ പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് രാവിലെയും കണ്ട് എനിക്ക് വട്ടാന്ന്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം 95% സ്ത്രീകൾക്ക് ഉറക്കക്കുറവ് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും. അതിന് ഞാൻ ഹോമിയോ ഗുളിക കഴിച്ചെന്നുള്ള സത്യമാണ്, സൂചന പറഞ്ഞ സത്യമാണ്, ഹോമിയോ ഗുളിക കഴിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ദയാച്ചു എന്ന് പറയുന്ന ഇവര് നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ എൻ്റെ മുന്നിൽ, അവർ പരിശോധിക്കട്ടെ, സൈക്കാട്രിസ്റ്റ് ഡോക്ടേഴ്സിന് പരിശോധിക്കട്ടെ, എനിക്ക് വട്ടുണ്ടോ എന്ന് അവർ സ്ഥിരീകരിക്കട്ടെ. നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു പെണ്ണിന് വട്ടാന്ന്, അല്ലെങ്കിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടക്കപ്പുറതിയില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കള്ളത്തരം പറയില്ല. എനിക്ക് വട്ടില്ലെന്ന് എനിക്കറിയാം. അതുപോലെ എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ന്യൂമോണിയ കൂടിയിട്ട് ഞാനും അവനെ എന്നെ മാത്രമേ കയറ്റത്തുള്ളായിരുന്നു. സായിപ്പിൻ്റെ ആശുപത്രി ഒരു 7-8 ദിവസം കിടന്നാണ് ICUയിൽ എന്നെ മാത്രം. അന്ന് ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഉറക്കമില്ലായിരുന്നു. ഡെലിവറിക്ക് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷമാണ്, പ്രസവരക്ഷ ഒന്നും നേരജവ ചെയ്തില്ല. അതിനാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത്, ഉറക്കക്കുറവൊക്കെ വന്നത്. അല്ലെങ്കിൽ എനിക്ക് വട്ടുമില്ല മാനസികമില്ല. മേലാൽ ആവശ്യമില്ലാത്ത ഇടരുത്, വട്ടാന്ന് പറഞ്ഞിടല്ലേ. എനിക്കൊരു മാനസികമില്ല വട്ടുമില്ല. ദയാച്ചുവിനെ എനിക്ക് വട്ടുണ്ടെന്ന് ആര് പറഞ്ഞു? എനിക്ക് വട്ടണമെന്ന് ഏത് ഡോക്ടറെ കൊണ്ടുവന്നു തെളിയിക്കുക, എനിക്ക് വട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ തന്നെയാണ് ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഡെലിവറിക്ക് ശേഷം, രണ്ടാമത്തെ മോൻ്റെ ഡെലിവറിക്ക് ശേഷം ഡിപ്രഷനായെന്നും അന്നേരം സുധിച്ചേട്ടാ കാണിച്ചു കൊടുക്കും ഞാൻ കഴിക്കുന്ന ഗുളികകൾ എന്ന് പറഞ്ഞ് രേണു ആണ് പറയുന്നത്. ഇപ്പം രേണു പറഞ്ഞ് ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ചാണ്, മോന് ന്യൂമോണിയ വന്നപ്പോഴത്തേക്കിന് ഉറക്കമില്ലാതായി, അങ്ങനെയാണ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെൻ്റൽ സ്റ്റേജ് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും പറയാൻ സാധിക്കും. ചിലർക്ക് അതോടുകൂടി അത് മാറും, ചിലർക്ക് അത് നിലനിൽക്കും. നിങ്ങൾക്ക് ഡിപ്രഷൻ ആണെന്നും നിങ്ങൾക്ക് മെൻ്റലി സ്ട്രെസ് ഉണ്ടെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞത് തന്നെ സുധിച്ചേട്ടനാണ്. ആ വീഡിയോ പുറത്തു വന്നു. ഇപ്പോൾ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആളുകൾ കേൾക്കുമ്പോൾ നമ്മളോട് ആർക്കെങ്കിലും എന്തെങ്കിലും ദേഷ്യം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമ്മളുടെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള തെറ്റുകൾ പോലും ചൂണ്ടിക്കാണിച്ച് വലിയ സംഭവമാക്കി മാറ്റാൻ ആളുകൾ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ദയാച്ചു പറയുന്നത് ഇപ്പം നിരന്തരം ഇൻസ്റ്റാഗ്രാം പേജിൽ ഇങ്ങനെ ഓരോരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ദയാച്ചു ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്നെ നിങ്ങൾ അന്വേഷിക്കണ്ട, സുധിച്ചേട്ടന്റെ മക്കള് കഴിച്ചോ? അവർ ഓണത്തിന് ഒരു തുണി കൊടുത്തോ? അല്ലെങ്കിൽ ഒരു ചെറിയ സംശയം, നാട്ടുകാരാണോ കൊച്ചിനെ ഉണ്ടാക്കിയത് അതോ സുധിച്ചേട്ടനാണോ കൊച്ചിനെ ഉണ്ടാക്കിയത്? എന്നിട്ടും പുള്ളിക്കാരൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ആ സങ്കടം കണ്ട് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഒരു വീട് വെച്ചു കൊടുത്തു. ഫുള്ള് ചെലവ് നോക്കാൻ നാട്ടുകാരല്ലല്ലോ ഉണ്ടാക്കിയത് കൊച്ചുങ്ങളെ, സുധിച്ചേട്ടനല്ലേ ഉണ്ടാക്കിയത്. അത് പോയി കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം. അവനവന്റെ മക്കളെ നോക്കാൻ അവനവനെ ഉണ്ടാവുകയുള്ളൂ. എന്നിട്ടും കുറെയൊക്കെ ആൾക്കാർ നാട്ടുകാർ ഹെൽപ്പ് ചെയ്തില്ല. അതിനെല്ലാവരും വയറ് നിറച്ച് കേട്ടോളി. ഇനിയും കേൾക്കാനുണ്ട്, ഇനി എന്തെല്ലാം കാണാനുണ്ട്, കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നെഗറ്റീവിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന രേണുവിന് ഇപ്പൊ നെഗറ്റീവ് കൊണ്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. നെഗറ്റീവ് വരട്ടെ നെഗറ്റീവ് എനിക്ക് എന്ത് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന രേണുവിന് ഇപ്പൊ എന്തു പറ്റി? നമ്മൾ ഓരോ വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു, ഈ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു കയറ് പോലെയാണ്, നമുക്ക് തിരിച്ച് നമ്മുടെ കഴുത്തിൽ തന്നെ വന്ന് മുറുകാൻ സാധ്യതയുള്ള കാര്യമാണത്. പിന്നെ പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. സുധിച്ചേട്ടൻ്റെ മരണശേഷം നിങ്ങൾ സുധിച്ചേട്ടൻ്റെ മക്കളെ നോക്കിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ദയാച്ചുവിന് പറയാനുള്ള കാര്യം ഇതാണ്. അതായത് സുധിച്ചേട്ടൻ്റെ മക്കളെ നോക്കേണ്ടത് നാട്ടുകാരുടെ പരിപാടിയല്ല. സുധിച്ചേട്ടൻ്റെ ഫാമിലി, സുധിച്ചേട്ടൻ്റെ അല്ലെങ്കിൽ രേണു ഒക്കെയാണ് സുധിച്ചേട്ടൻ്റെ മക്കളെ നോക്കേണ്ടത്, അല്ലാതെ നാട്ടുകാരുടെ കാര്യമല്ല അത്. പിന്നെയും നാട്ടുകാരാണ് സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് വീടില്ല എന്ന് പറഞ്ഞപ്പോൾ വീട് വെച്ച് നൽകുന്നു. മൂത്ത മകൻ്റെ പഠിത്തം ഫുള്ള് ഫ്ലവേഴ്സ് TV ആണ് ചെയ്യുന്നത്. നിങ്ങൾ 2 മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നെന്ന് പറയുന്നുണ്ട്. പക്ഷേ കിച്ചുവിനെ നിങ്ങൾ നോക്കുന്നുണ്ട്, കിച്ചു നിങ്ങളെ അമ്മയെ പോലെയാണ് കരുതുന്നത്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ നെഗറ്റീവ് സമ്പാദിച്ച്, അതായത് അങ്ങ് വാരി കൊടുക്കുന്നു, ഞാനത് വീണ്ടും പറയാച്ചാൽ അത്
നിങ്ങൾക്ക് ഒരു അനിയനെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് വാരി കൊടുത്തതുകൊണ്ട് തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങളത് സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് വൈറലായിട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാണിക്കണം എന്നുള്ള ഒരു തെറ്റായ ധാരണയിലാണ് നിങ്ങളത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് പറയുന്നത് കേട്ടോ. നെഗറ്റീവിലൂടെ നിലനിൽക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. നിങ്ങൾക്ക് സുധിച്ചേട്ടൻ്റെ വൈഫ് വിധവ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടായിരുന്നു. ആ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉപയോഗിച്ച് നന്നായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. ഇത് അങ്ങനെ ചെയ്യാതെ നെഗറ്റീവ്സിൽ നിന്ന് നെഗറ്റീവ്സിലോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത്, രേണു ആഗ്രഹിച്ചത്. എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, നമുക്ക് അതോടൊന്ന് കേട്ടിട്ട് വരാം. രേണുസുധീന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ദയ വെച്ചു. വളരെ കുറച്ച് കാലങ്ങളായിട്ട് വെറുതെ അനാവശ്യമായിട്ട് വീഡിയോസ് ചെയ്യുക, വെറുതെ ഒരാളെ പറ്റി മോശം അഭിപ്രായം പറയാം. കുറേ വീഡിയോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് ഞാനതൊന്നും പ്രതികരിക്കാറില്ല. കാരണം നമ്മൾ കാരണം ഒരാൾ റീച്ച് ആവണ്ട, അതന്നെ കാരണം. പിന്നെ സ്ത്രീയാണ്, ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ് ചെങ്കള. ഞാൻ എത്രയോ സ്ത്രീകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എത്രയോ സിനിമാ നടന്മാർ ചെയ്തിട്ടുണ്ട് അല്ലേ, നായികമാരോട് സിനിമ ചെയ്തിട്ടില്ലേ, അവർ അക്കൗണ്ട് പോയി ഇവർ സംസാരിക്കും. ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് നിങ്ങൾ അടിച്ച് പിരിഞ്ഞു അങ്ങനെയൊക്കെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങളുമായിട്ട് പിരിഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങളുമായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് കാണിക്കാനായിട്ടായിരിക്കണം ദാസേട്ടൻ കോഴിക്കോട് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്. എന്നാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതിന് തെളിവാണ് നമ്മൾ ഈ വീഡിയോ അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ നമുക്കൊരു കമൻറ്റ് വരും, നിങ്ങളൊക്കെ എന്തിനാണ് അവളെ ഇങ്ങനെ വിറ്റ് ജീവിക്കുന്നത്, അവൾ നിങ്ങൾക്ക് എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചു വരും. നമ്മൾ ആരെയും വീട്ടിൽ പോയി പിടിച്ചിറങ്ങി കൊണ്ടുവന്ന് കണ്ടന്റ് ഉണ്ടാക്കുകയല്ല. നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിടും, അതിനെ ആളുകൾ റിയാക്ട് ചെയ്യും. നിങ്ങൾ പോസിറ്റീവായി നോക്ക്, അപ്പം നിങ്ങൾക്കെതിരെ കമൻറ്റുകളും കണ്ടന്റ് ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ള എത്രയോ പേരുണ്ട്. ഇപ്പോൾ അഭിനയിക്കാൻ പോകുന്ന എല്ലാവരെക്കുറിച്ചും എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ എന്നെ പറഞ്ഞോ ഞാനിവിടെ റെഡിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ഒരുങ്ങി നിൽക്കുന്നത് കൊണ്ടാണ്, അതായത് നിങ്ങൾ തന്നെ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് ആളുകൾ നിങ്ങളെ അടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ഒരുപാട് പേര് ചൂഷണം ചെയ്യുകയാണ്. നിങ്ങളുടെ ഈ ഒരു പബ്ലിസിറ്റി, അതായത് പ്രതീഷിൻ്റെ ക്ലിപ്പ്, നിങ്ങളന്ന് കെ ബോയ്സ് ക്ലിപ്പ് നിങ്ങൾ കേട്ടാണല്ലോ, എനിക്ക് റീച്ചാണ് വേണ്ടത്, റീച്ചിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്ന് പറയാതെ ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലത്. പുതിയൊരു വീഡിയോ കാണുന്നത് ടാറ്റ ബൈ ബൈ, സീ യു.